Inhale, left leg up, the back leg. അതേപോലെ leg muscles strengthen ആണുള്ള ആസനം. Exhale. അതിലേക്ക് ശ്രദ്ധിക്കുക. Inhale, right leg up. ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പശ്ചിമോത്താസനം ചെയ്തില്ലേ? നമ്മൾ ഈ പ്രയാസം കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോക്കുന്നത്. കാലുകൾ നീട്ടി വയ്ക്കും എല്ലാവരും. പുസ്തകം മാറ്റി വെച്ചോ. എന്നിട്ട് നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ വീൽ ചെയറുള്ള ഒരു കുട്ടിക്ക് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. ആദ്യം മുന്നില് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ടേബിളോ അല്ലെങ്കിൽ ചെയറോ കൊണ്ടുവയ്ക്കുക. ഇവിടെ കൈ കറക്റ്റ് തോൾ ഷോൾഡറിൽ നല്ല കറക്റ്റ് ലെവലിൽ ഇരിക്കണം. സീറ്റിംഗ് ആവണം. എന്നിട്ട് കൈകൾ ഒരേ സമയം മുകളിലേക്ക് ഉയർത്താൻ നമ്മൾ ആരെങ്കിലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പതുക്കെ വരുന്ന റിലീസ് ചെയ്യുക. റിലീസ്. അവസാനം വന്നു മാസ്റ്റർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ കൈ കുതിക്കാൻ പറ്റില്ല. ബാക്കിൽ നിൽക്കുക, ബാക്കിൽ വരിക. ബാക്കിൽ വന്നിട്ട് കൈ ഈ കൈ കുതിക്കുക. എങ്ങനെയാണ്? കൈ കുതിച്ച് ഈ കൈ ഇവിടെ പിടിക്കുക, ഷോൾഡർ പിടിക്കുക. ഈ കൈ ഇവിടെ പിടിക്കുക. കൈ കൊതി ഫുൾ ബോഡി വെയിറ്റ് നിങ്ങൾ മുകളിൽ വരും. കൈ കൊതി ശ്വാസം നല്ല കൈ പൊന്തിക്കുക. സ്ട്രെയിറ്റ് കേട്ടോ. കൈ ഇത്ര ഈ ലെവലിൽ നിൽക്കുള്ളൂ. ഈ കൈ ഇങ്ങനെയാണ്, ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ കൈ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പതുക്കെ മുന്നോട്ട് കൈ ഇവിടെ കൊണ്ടുവന്ന് ഈ ചെയർ ഉത്സാഹപ്പുറത്തേക്ക് ഈ ചെയർ കുറച്ച് മുന്നോട്ട് വരും. ഒന്ന് മുന്നോട്ട് വലിച്ചിട്ട് ചെയർ മുന്നോട്ട് വലിക്കുക. നോർമൽ ലെവലില് സപ്പോർട്ടായി ഈ ചെയർ വീണ്ടും ഉത്സാഹം ഇങ്ങോട്ട് കൊണ്ടുവന്നോ. കുറച്ചും കൂടി സപ്പോർട്ട് കൊടുത്തു. കൈ പതുക്കെ ഉയർത്താൻ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് കൈ പതുക്കെ താഴേക്ക് ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് കൈ താഴേക്ക് കൊണ്ടുവരാൻ റിലീസ് റിലാക്സ്. മനസ്സിലായോ? അപ്പൊ ഈ മൂവ്മെന്റിന് നമുക്ക് സപ്പോർട്ട് ക്ലിയർ ആയി. അപ്പൊ ബാക്കിൽ നമ്മൾ നിന്നിട്ടായിരിക്കണം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. ക്ലിയർ ആയി? ഒരാളെ ചുമന്റെ സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ കുട്ടികൾ ചുമന്റെ സൈഡിലേക്ക് നിൽക്കാം. ചുമന്റെ സൈഡിലേക്ക് നിൽക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. കാല് പതുക്കെ എടുത്ത് വയ്ക്കാൻ പറയാ. കൈ വേണമെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുക്കുക. ബാലൻസ് കണ്ടോ? പിന്നെ പ്രാക്ടീസ് ആവുമ്പോ വീണ്ടും നമ്മള് സിമ്പിൾ ആയി ത്രികോണാസന, വൃഷാസന. ഒരു സപ്പോർട്ട് കൊടുക്കുക. ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. മനസ്സിലായി? പിന്നെ നമ്മൾ ചെയ്യാൻ സമയത്ത് ബാക്ക് സപ്പോർട്ട് നമ്മൾ കൈ കുത്താൻ സപ്പോർട്ട് കൊടുക്കും. പതുക്കെ സപ്പോർട്ട് കൊടുക്കും. സാരി നിർത്തുക. സൈഡിലേക്ക് ചാരി. മനസ്സിലായി? അതുപോലെ തന്നെ കൈ എടുക്കുമ്പോൾ സപ്പോർട്ട് കൊടുക്കും. കൈ കൊടുക്കും. പിന്നെ നമ്മൾ നേരെ വീരഭദ്രാസനം ഇങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പതിയെ റിലീസ് വരിക. റിലീസ് വരിക. അപ്പൊ 5 തവണയാണ്. ഫസ്റ്റ് നമ്മൾ 5 തവണ ക്ലോക്ക് വൈസിലേക്ക് പോകും. പിന്നെ 5 തവണ ആന്റി ക്ലോക്ക് വൈസിലേക്ക് പോകും. ഹിപ്പ് റൊട്ടേഷൻ ആണ്. ലെഗ് മൂവ്മെന്റ് വേണ്ട. ഓക്കെ, ഹിപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പറ്റുന്നുണ്ടാവില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഷോൾഡർ സ്റ്റാൻസിൽ വരിക. പതുക്കെ Exhale slowly. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യണം. അപ്പം ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട്
ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് പോകും. പതിയെ ചെയ്താൽ മതി, സ്ലോ ആയിട്ട് ചെയ്താൽ മതി, തിരക്കിടണ്ട. ഓക്കെ ഓക്കെ ഗുഡ്.